ആയിരിക്കും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ലവ്ലി ഷൗട്ട്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു മോക്ക് ടെസ്റ്റാണ്. LGS മെയിൻ എക്സാമിനേഷൻ, അതേപോലെ തന്നെ LDC എക്സാമിനേഷൻ, ഇവയ്ക്ക് വേണ്ടിയുള്ള മോക്ക് ടെസ്റ്റിൻ്റെ ഒന്നാമത്തെ വീഡിയോയിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം ക്വസ്റ്റ്യൻസ് വായിക്കും, അതിനുശേഷം ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കണ്ടെത്താനുള്ള ഒരു സമയവും നൽകും. അതിനുശേഷമായിരിക്കും ആൻസർ പറയുക. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. സ്വാതന്ത്ര്യ സമരക്കാലത്ത് ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹം നടത്തിയത്. സ്വാതന്ത്ര്യ സമരക്കാലത്ത് ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹം നടത്തിയത് എവിടെയാണ്? ആൻസർ ദണ്ഡി. സ്വാതന്ത്ര്യ സമരകാലത്ത് ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹം നടത്തിയത് ദണ്ഡിയിലാണ്. ദണ്ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ ഇടയാക്കിയ യുദ്ധങ്ങൾ ഏത്? ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ ഇടയാക്കിയ യുദ്ധങ്ങൾ. ആൻസർ ഓപ്ഷൻ ഡി, പ്ലാസി യുദ്ധവും ബക്സാർ യുദ്ധവും. പ്ലാസി യുദ്ധവും ബക്സാർ യുദ്ധവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, യൂണിയൻ ലിസ്റ്റിൽ പെടുന്നവ. താഴെ തന്നിരിക്കുന്നതിൽ യൂണിയൻ ലിസ്റ്റിൽ പെടുന്നവ ഏതൊക്കെയാണ്? ആൻസർ സെൻസസ്. സെൻസസ് യൂണിയൻ ലിസ്റ്റിൽ പെടുന്നതാണ്. സെൻസസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നീരജ് ചോപ്ര ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നീരജ് ചോപ്ര ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ എ, ജാവലിൻ ത്രോ. ജാവലിൻ ത്രോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കുറ്റം ചുമത്താതെയും വിചാരണ കൂടാതെയും ഏതൊരാളെയും ജയിലിലടക്കാൻ ഗവൺമെൻറ്റിനെ അധികാരപ്പെടുത്തിയത്. കുറ്റം ചുമത്താതെയും വിചാരണ കൂടാതെയും ഏതൊരാളെയും ജയിലിലടക്കാൻ ഗവൺമെൻറ്റിനെ അധികാരപ്പെടുത്തിയത്. ആൻസർ ഓപ്ഷൻ ബി, റൗലറ്റ് ആക്ട്. റൗലറ്റ് ആക്ട് മുഖേന കുറ്റം ചുമത്താതെയും വിചാരണ കൂടാതെയും ഏതൊരാളെയും ജയിലിലടക്കാൻ ഗവൺമെൻറ്റിനെ അധികാരപ്പെടുത്തി ബ്രിട്ടീഷ് ഗവൺമെൻറ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണം. നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാനുണ്ടായ കാരണം എന്ത്? ആൻസർ ചൗരി ചൗര സംഭവം. ചൗരി ചൗര സംഭവമാണ് നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണമായത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പഴശ്ശിരാജയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ഏത്? പഴശ്ശിരാജയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന. ആൻസർ ഓപ്ഷൻ ബി, ബ്രിട്ടീഷുകാരുടെ നികുതി നയത്തെ അനുകൂലിച്ചു. ഇതാണ് ബന്ധപ്പെടാത്ത പ്രസ്താവന. ബ്രിട്ടീഷുകാരുടെ നികുതി നയത്തെ അംഗീകരിച്ചു എന്നത് ബന്ധപ്പെടാത്ത പ്രസ്താവനയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയിൽ വന്ന ആദ്യ യൂറോപ്യന്മാർ. ഇന്ത്യയിൽ ആദ്യമായി വന്നത് ഏത് യൂറോപ്യന്മാരാണ്? ആൻസർ പോർച്ചുഗീസുകാർ. പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് വന്ന യൂറോപ്യന്മാർ. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വളണ്ടിയർ ക്യാപ്റ്റൻ. ആൻസർ AK ഗോപാലൻ. AKG ആയിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വളണ്ടിയർ ക്യാപ്റ്റൻ. അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയത്. ആൻസർ വെങ്ങാനൂരിൽ നിന്ന്. വെങ്ങാനൂരിൽ നിന്നാണ് അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഭരണഘടനയുടെ 8ാം പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഭരണഘടനയുടെ 8ാം പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്.
ഓപ്ഷൻ ബി ഭാഷകളാണ് ഭരണഘടനയുടെ 8ാം പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ മത സാമൂഹിക പ്രസ്ഥാനം. ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ മത സാമൂഹിക പ്രസ്ഥാനം ഏതാണ്? ബ്രഹ്മസമാജം. ഉത്തരം ഓപ്ഷൻ എ ബ്രഹ്മസമാജമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കൃഷി വകുപ്പ് മന്ത്രി. കേരളത്തിലെ കൃഷി വകുപ്പ് മന്ത്രി ആരാണ്? പി പ്രസാദ് ആണ് കേരളത്തിലെ കൃഷി വകുപ്പ് മന്ത്രി. അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരത്തിനെതിരെ കർഷക സമരം നടത്തിയത്. അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരത്തിനെതിരെ കർഷകർ നടത്തിയ സമരമാണ് പുന്നപ്ര വയലാർ സമരമാണ് അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരത്തിനെതിരെ കർഷകർ നടത്തിയ സമരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, യുഗപുരുഷൻ എന്ന ചലച്ചിത്രം ആരുടെ ജീവിത കഥയാണ്? യുഗപുരുഷൻ എന്ന ചലച്ചിത്രം ആരുടെ ജീവിത കഥയാണ്? ആൻസർ ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതകഥയെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച സിനിമയാണ് യുഗപുരുഷൻ. ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതകഥയാണ് യുഗപുരുഷൻ. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നത്തെ ഈ മോക്ക് ടെസ്റ്റിൽ 15 ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. മറ്റു ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.